സിനിമ എന്ന് പറയുന്നത് സ്വാധീനിക്കപ്പെടും, ഉറപ്പായിട്ട് സ്വാധീനിക്കപ്പെടും, ഇല്ലെന്നൊന്നും. അതുകൊണ്ടാണല്ലോ നമ്മൾ അമിതാഭ് ബച്ചൻ്റെ പോലെ ഒരു കാലത്ത് നടന്നത്, ഒരു കാലത്ത് രജനീകാന്തിനെ അനുകരിച്ചത്. ആ സമയത്ത് അനുകരിച്ചിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അവരിട്ട ഷർട്ട് പോലത്തെ ഷർട്ട് നമ്മൾ അന്വേഷിച്ച് നോക്കും, അവരുടെ പാൻസിന്റെ. ഇന്നത്തെ പോലെ അല്ല, ഞാൻ പറയാം, അതായത് ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഭയങ്കരമായിട്ട് അനുകരിച്ചു. ലാവാറീസ് ബച്ചന്റെ സിനിമയാണ്. അതൊക്കെ നമ്മൾ അതേപോലെ ബച്ചന്റെ പോലെ പാടും. ബച്ചൻ പാടിയ പാട്ടാണത്, ബച്ചൻ ഡയറക്റ്റ് പാടിയ പാട്ടാ. അതേപോലെ ഷോലെ സിനിമ വന്നപ്പോൾ ഷോലെ കേരളത്തിൽ റിലീസായില്ല. ഷോലയ്ക്ക് വേണ്ടി പറഞ്ഞു കേട്ടിട്ട് കാത്തിരിക്കുന്നത് ഒരു കൊല്ലത്തെ കഴിഞ്ഞ ഷോലെ കേരളത്തിൽ റിലീസാവുന്നത്. അതുപോലെ ഐ എം എ ഡിസ്കോ ഡാൻസർ, മിഥുൻ ചക്രവർത്തിൻ്റെ ഡിസ്കോ ഡാൻസർ സിനിമയിൽ, ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു ജനത മുഴുവൻ ഇരിക്കുന്ന കസേരല്ലേ തിയേറ്ററിലെ, ആ കസേരൻ്റെ മുകളിൽ ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസ് കളിക്കുന്നു തിയേറ്റർ മുഴുവൻ. അത് വീണ്ടും പിന്നീട് കാണുന്നത് ജയരാജേട്ടൻ സംവിധാനം ചെയ്ത ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടില്ലേ, എന്താണ്, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കൻ. ആ പാട്ടിന് വീണ്ടും ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടത് തിയേറ്ററിൽ, ജനം കസാലയ്ക്ക് മുകളിൽ നിന്ന് ഡാൻസ്. അപ്പൊ ഇത് സിനിമ സ്വാധീനിക്കുന്നുള്ളതിന് നിരവധി തെളിവുകൾ തരാം, നിരവധി തെളിവുകൾ, പ്രത്യേകിച്ച് ടീനേജിൽ. പക്ഷേ ഇതിലിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ല, അന്നത്തെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അമിതാഭ് ബച്ചൻ്റെ പടങ്ങൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ മിഥുൻ ചക്രവർത്തിയുടെ പടങ്ങൾ ഇറങ്ങുന്നു, അന്ന് നിങ്ങളുടെ ഒരു അനുകരണം എത്രത്തോളം എത്താറുണ്ടായിരുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഒരു ടീനേജിൽ സിനിമ നമ്മളെ സ്വാധീനിക്കും, സിനിമയുടെ എല്ലാ വശങ്ങളും നമ്മൾ സ്വാധീനിക്കും. അതിലേതൊക്കെ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് അളവിൽ തൂക്കിയെടുക്കാനൊന്നും പറ്റില്ല. മറിച്ച് ഈ സിനിമ സമൂഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ഈ സിനിമ തന്നെ തിരിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു കലാകാരൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതായത് വയലൻസ് ആയിട്ടുള്ള ഇത്തരം വയലൻ്റായ ഷോട്ടുകളൊക്കെ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഒക്കെ എങ്ങനെ ചിത്രീകരിക്കണം, ഏത് വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പം നമ്മുടെ വെഞ്ഞാറമൂട് കൊലപാതകം നാളെ ഒരാൾക്ക് സിനിമയാക്കാം. വെഞ്ഞാറമൂടല്ലേ അല്ലേ? വെഞ്ഞാറമൂട് കൊലപാതകം നമുക്ക് നാളെ ഒരാൾക്ക് ആ സംഭവം സിനിമയാക്കാം. സിനിമയാക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ ക്യാമറ എവിടെ വെക്കണം, എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളത് ഒരു ഈ ക്രിയേറ്ററുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അത് പച്ചയ്ക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യലല്ല. ഫ്രഷ് ഫോട്ടോഗ്രാഫി പോലും കലയായി മാറുന്നത് അത് മറ്റൊരു ആംഗിളിൽ ക്യാമറ വയ്ക്കുമ്പോഴാണ്. അല്ലാതെ പച്ചയ്ക്ക് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ളതല്ല തോന്നുന്നു. അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടായേ പറ്റൂ, ഇത് കല കൈകാര്യം ചെയ്യുന്നവർക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ചികിത്സിക്കേണ്ടി വരും, വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രത്യേക സംഭവം സിനിമ കണ്ടതുകൊണ്ടാണ് ഉണ്ടായത് എന്നൊന്നല്ല. ഞാനൊന്നും ഒരു സിനിമയും കണ്ട് ഞാൻ നന്നായിട്ടില്ല, അനുകരിച്ചിട്ടില്ല എന്ന് ആരോ പറയുന്നത് കേട്ടു. അതൊന്നല്ല. സിനിമ എത്രത്തോളം നിങ്ങളെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത്, ഒരു സിനിമ നിങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതൊരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകണം, ഒന്ന് കൗൺസിൽ ചെയ്യണം. അപ്പം നിങ്ങൾ പറയൂ എത്രത്തോളം ആ സിനിമ സ്വാധീനിച്ചത് എന്നുള്ളത്. അത് ഉണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മളതിനെ തള്ളിപ്പറയുന്നത്. ഞാൻ പ്രവർത്തിച്ച സിനിമകളിലുണ്ട് വയലൻസ് ഉണ്ട്. ഞാൻ വയലൻസ് ഉള്ള സിനിമകളിൽ അഭിനയിക്കാറുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്കതിനെ ന്യായീകരിക്കാനൊന്നും അവകാശമില്ല. അങ്ങനെ ഇപ്പം മാർക്കോൽ എന്നെ വിളിച്ചാൽ ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു സീൻ നല്ല ക്യാരക്ടർ നിങ്ങൾ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ പോയി അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇത്തരം ഇഷ്യൂകൾ കാണുമ്പോൾ ഞാൻ സിനിമയിലെ ചില സാധനങ്ങളെ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഒരു പണിയുമില്ല. കാരണം നമ്മൾ ഈ കഥ കേട്ടിട്ട് ആക്ടേഴ്സ് എങ്ങനെയാണ്, ആക്ടേഴ്സ് പലതും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത്തരം ചർച്ചകൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ ഇനി ശ്രദ്ധ പോകും എല്ലാവരുടെയും, അല്ലേ? ഒരു ക്രിയേറ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഉത്തരവാദിത്വം നിർബന്ധമായിട്ടുണ്ട്. ഇത് സമൂഹത്തിനോടാണ് സംസാരിക്കുന്നത്. ഏറ്റവും ജനപ്രിയമായ കലയാണ് സിനിമ. അത് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട്. പണ്ട് മുതലുള്ള ചോദ്യമാണ് കല കലക്ക് വേണ്ടി അല്ലെങ്കിൽ കല ജീവിതത്തിന് വേണ്ടി എന്നുള്ളത്. അപ്പം ആ ഒരു ചോദ്യം വരുമ്പോൾ കല ജീവിതത്തിന് വേണ്ടിയാണ്, കല കലയ്ക്ക് വേണ്ടിയിട്ടാണ്. കലയും കൂടി അവിടെ കുത്തിനും സംസാരിച്ചോട്ടെ, ഏതെങ്കിലും റൂമിലിരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ. ഇത് സിനിമാ തിയേറ്ററിലൊക്കെ വരുമ്പോൾ കല കലയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല. അതൊക്കെ രക്ഷപ്പെടാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. കലയ്ക്ക് വേണ്ടിയാണ്. കലാകാരൻ എപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല സമൂഹത്തെ നയിക്കേണ്ടത്. ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ പല രീതിയിലും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടത്തമായിരിക്കണം. അവന് അങ്ങനെ നടക്കണം. അതാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്.